ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എൻജോയ് ലേണിംഗ് മലയാളം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ആണ്. പക്ഷേ ഇവ കൺഫ്യൂസിംഗ് ആണ്. ഇവയുടെ സ്പെല്ലിങ്ങും അതുപോലെ തന്നെ മീനിങ്ങും പല സാഹചര്യങ്ങളിലും നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ടുള്ളവയാണ്. അപ്പോൾ ഈ വേർഡ്സ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കി പോവാം. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. നമുക്ക് ആദ്യത്തെ വേർഡ് നോക്കാം. നമ്മൾ പലപ്പോഴും ക്യൂവിൽ നിൽക്കുകയാണ് എന്ന് പറയാറുണ്ട്. അവൻ ക്യൂവിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ക്യൂവിൽ നിൽക്കുകയാണ് എന്ന് പറയാറുണ്ട്, അല്ലേ? ക്യൂവിൽ നിൽക്കുകയാണ്. പക്ഷെ ഈ ക്യൂവിന്റെ സ്പെല്ലിംഗ് എന്താണ്? ക്യൂ കൺഫ്യൂസിംഗ് ആണല്ലേ? നമുക്ക് നോക്കാം. QUEUE ഇതാണ് ക്യൂവിന്റെ സ്പെല്ലിംഗ്. സംശയമുണ്ടോ? സംശയമുള്ളവർ എന്തായാലും ഗൂഗിളിൽ നോക്കുക, ക്യൂവിന്റെ സ്പെല്ലിംഗ് ഇത് തന്നെയാണോ എന്ന്. ഓക്കെ, കാണാതെ പറഞ്ഞ് നമുക്ക് ഈസി ആയിട്ട് ക്യൂവിന്റെ സ്പെല്ലിംഗ് പഠിക്കാം. എങ്ങനെയാണ്? QUEUE. പല കാര്യങ്ങളും നമുക്ക് കാണാതെ പഠിക്കേണ്ടി വരാറുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് പഠിക്കും, ചില കാര്യങ്ങൾ ഒരിക്കലും പഠിക്കുകയില്ല. എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത്? ഉദാഹരണത്തിന് നമ്മുടെ ഫോൺ നമ്പർ. സ്വന്തം ഫോൺ നമ്പർ എല്ലാവർക്കും അറിയാം. അതെങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്? നമ്മളത് റിപ്പീറ്റ് ചെയ്ത് പറയാറുണ്ട്. അതുപോലെ തന്നെ നമുക്കത് ആവശ്യമാണ് എന്നതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് പഠിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഒന്ന് ആവശ്യമായിട്ട് വരിക, അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുകയോ അല്ലെങ്കിൽ ആവർത്തിക്കുകയോ ഓർമ്മിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് പഠിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മയിൽ നിൽക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇത് പഠിക്കാനായിട്ട് QUEUE. അടുത്ത വേർഡ് നോക്കാം. നമ്മൾ പലയിടത്തും കാണാറുള്ള ഒരു വേർഡാണ് സൂപ്രണ്ട്. ഉദാഹരണത്തിന് SP, DYSP. പോലീസ് മാത്രമല്ല, അല്ലാതെയും ഈ സൂപ്രണ്ട് എന്നുള്ള വാക്കാണല്ലോ SP, സൂപ്രണ്ട് ഓഫ് പോലീസ്, അല്ലെങ്കിൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ്. അങ്ങനെ പലയിടത്തും നമ്മൾ ഈ സൂപ്രണ്ട് എന്നുള്ള ഈ വേർഡ് കേൾക്കാറുണ്ട്. വളരെ കോമൺ ആണ് സൂപ്രണ്ട് എന്ന വേർഡ്. എന്നാൽ എന്താണ് ഈ സൂപ്രണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? SUPRAND. ഇതാണോ സൂപ്രണ്ട്? അല്ലല്ലോ. നമുക്ക് ഈ വേർഡിനെ ഡിവൈഡ് ചെയ്ത് പഠിക്കാം. അതായത് സൂപ്രണ്ട് എന്ന് പറയുന്നത് സൂപ്പറിൻറ്റെൻഡന്റ് എന്നാണ്. സൂപ്പറിൻറ്റെൻഡന്റ്. നരസിംഹം സിനിമയിൽ അഡ്വക്കേറ്റ് ആയിട്ട് വന്ന് മമ്മൂട്ടി ആ ഡയലോഗിനിടയിൽ പറയുന്നുണ്ട്, മിസ്റ്റർ സൂപ്പറിൻറ്റെൻഡന്റ് ഓഫ് പോലീസ്. അതായത് SP ആണ്. സായികുമാർ ആ സിനിമയിലെ SP ആണ്. അപ്പോൾ സായികുമാറിനോട് പറയുന്നുണ്ട്, മിസ്റ്റർ സൂപ്പറിൻറ്റെൻഡന്റ് ഓഫ് പോലീസ്. ഓർത്തിരിക്കുക, സൂപ്പറണ്ട് അല്ല, അതിലെ പ്രോപ്പർ ഇംഗ്ലീഷ് വേർഡ് എന്ന് പറയുന്നത് സൂപ്പറിൻറ്റെൻഡന്റ് ആണ്. ഷോർട്ടായിട്ട് സൂപ്രണ്ട് എന്ന് പറയുമെങ്കിൽ പോലും കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അല്ലെങ്കിൽ കറക്റ്റ് വേർഡ് സൂപ്പറിൻറ്റെൻഡന്റ് ആണ്. ഇത് പഠിക്കാൻ എളുപ്പത്തിനാണ് ഞാനിങ്ങനെ സ്പേസ് ഇട്ട് എഴുതിയത്. ഇതാണെങ്കിൽ നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. സൂപ്പർ ഇൻ ടെൻ ഡെന്റ്. കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത വേർഡ് നോക്കാം. പൂച്ചെണ്ട് എന്നൊക്കെയുള്ള ഒരു മീനിങ് വരുന്ന ബൊക്കെയാണ് അടുത്ത വേർഡ്. മലയാളത്തിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും, അല്ലേ? ഇംഗ്ലീഷ് വേർഡ് ആയതുകൊണ്ട് കറക്റ്റ് സ്പെല്ലിങ് നമുക്ക് കിട്ടണമെന്നില്ല. ബൊക്കയുടെ സ്പെല്ലിംഗ് എന്താണ്? BOUQUET. ബൊക്കെ. ഇതാണ് ബൊക്കയുടെ സ്പെല്ലിങ്. ഇവിടെ T സൈലന്റ് ആണ്. ബൊക്കെ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വേർഡ് നോക്കാം. ലെഫ്റ്റനന്റ് മിലിറ്ററിയിൽ ഉപയോഗിക്കുന്ന ഒരു റാങ്ക് ആണ് ലെഫ്റ്റനന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ സ്പെല്ലിംഗ് എന്താണ്? നോക്കാം. ഇവിടെ നോക്കുക, ഇതാണ് ലെഫ്റ്റനന്റ്. ലെഫ്റ്റനന്റിന്റെ സ്പെല്ലിംഗ് പഠിക്കാൻ എളുപ്പത്തിനാണ് ഇതും ഞാൻ സ്പേസ് ഇട്ട് എഴുതിയത്. LIE ലൈ, U10 ആൻഡ്. ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് മറന്നു പോകാതെ എളുപ്പത്തിൽ പഠിച്ചു വെക്കാവുന്നതാണ്. അടുത്ത വേർഡ് നോക്കാം. അടുത്തതായി വിവരം എന്ന് പറയുന്നതിനായിട്ട്, വിവരം എന്ന് വെച്ചാൽ എന്തെങ്കിലും അന്വേഷിച്ച് വിവരങ്ങൾ കണ്ടെത്തുക എന്നുള്ള ആ മീനിങ്ങിലുള്ള വിവരം നമുക്ക് പറയാം. ഇൻഫോർമേഷൻ. ഇതിനകത്ത് എന്താണ് പ്രത്യേകത? ഇൻഫോർമേഷൻ സ്പെല്ലിങ്ങിൽ നമുക്ക് വലിയ കൺഫ്യൂഷൻ ഒന്നും തോന്നാറില്ല. പക്ഷേ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ശരിക്കും സിംഗുലർ അൺകൗണ്ടബിൾ നൗൺ ആണ്. സിംഗുലർ ആണ്, അൺകൗണ്ടബിൾ, നമുക്ക് എണ്ണാൻ പറ്റാത്ത കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് ഈ ഇൻഫർമേഷൻ എന്ന വേർഡ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു മീനിങ് ആണ് ഇൻഫർമേഷൻ ഉള്ളത്. അപ്പോൾ നമുക്ക് വിവരങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്? വിവരങ്ങൾ എന്ന് പറയണമെങ്കിൽ നമുക്ക് ഈ ഇൻഫർമേഷൻ്റെ കൂടെ ഒരു എസും കൂടെ ചേർത്ത് ഇൻഫർമേഷൻസ് എന്ന് പറയാൻ പറ്റില്ല. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇൻഫർമേഷൻ എന്ന് പറയുന്നത് സിംഗുലർ വേർഡാണ്. വിവരങ്ങൾ എന്ന മീനിങ് വരണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ ഇൻഫർമേഷൻ മാത്രമേ പറ്റുകയുള്ളൂ. ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് എപ്പോഴും
തെറ്റാണ്. അതുകൊണ്ട് നമ്മൾ സെന്റൻസ് ഫോർമേഷൻ സമയത്ത് ഓർക്കുക, ഇൻഫർമേഷൻ ഈസ് എന്നാണ് പറയുന്നത്, ഇൻഫർമേഷൻ ആർ എന്ന് ഉപയോഗിക്കുന്നത് തെറ്റാണ്. അടുത്ത വേർഡ് നോക്കാം. ഇതെങ്ങനെയാണ് വായിക്കുന്നത്? പീപ്പിൾ. പീപ്പിൾ എന്നാണ് വായിക്കുന്നത്. ഇതിൻ്റെ മീനിങ് ആളുകൾ അല്ലെങ്കിൽ ജനങ്ങൾ, ഒരുപാട് ഒന്നിൽ കൂടുതൽ ആളുകൾ ഉള്ളപ്പോഴാണ് പീപ്പിൾ എന്ന വേർഡ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരിക്കലും പീപ്പിൾസ് എന്ന് പറയില്ല. പീപ്പിൾസ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഇത് ഓൾറെഡി പ്ലൂറൽ ആണ്. പീപ്പിളുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു വേർഡാണ് പ്യൂപ്പിൾ. ഇത് വായിക്കുന്നത് പ്യൂപ്പിൾ എന്നാണ്. പ്യൂപ്പിൾ മീനിങ് ഒന്നെങ്കിൽ കണ്ണിന്റെ കൃഷ്ണമണി എന്നുള്ള ഒരു മീനിങ് ഉണ്ട്, അതുപോലെ തന്നെ വിദ്യാർത്ഥി എന്നുള്ള ഒരു മീനിങ് ഉണ്ട്. പ്യൂപ്പിൾ. ഇത് ഈ വേർഡ് സിംഗുലർ ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് സിംഗുലർ വേർഡാണ്. അതുകൊണ്ട് ഇനി ഇതിൻ്റെ പ്ലൂറൽ PUPILS എസ് ചേർത്തിട്ടുള്ള പ്യൂപ്പിൾസ് തന്നെയാണ് ഇതിൻ്റെ പ്ലൂറൽ. ശ്രദ്ധിക്കുക, പീപ്പിൾ ആളുകൾ, പ്യൂപ്പിൾ സിംഗുലർ. അടുത്ത വേർഡ് നോക്കാം. ഒരു മീറ്റിങ്ങിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്രൂപ്പിന് മിനിമം റിക്വയർഡ് നമ്പർ ഓഫ് പീപ്പിൾ എന്ന് പറയുന്ന മീനിങ് കിട്ടുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന വേർഡ് ഏതാണ്? കോറം. കോറം എന്ന് പറയും. ഇതിന്റെ സ്പെല്ലിംഗ് എന്താണ്? QUORUM. QUORUM. ഇതും പഠിച്ചിരിക്കുക. ഈ വേർഡ് തന്നെ പഠിച്ചിരിക്കുക, ആവശ്യമുള്ളതാണ്. പർട്ടിക്കുലർ പർപ്പസിന് വേണ്ട മിനിമം റിക്വയർഡ് നമ്പർ എന്ന മീനിങ് ആണ് കോറം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന സ്പെല്ലിംഗ് ഇതാണ്. അടുത്ത വേർഡ് നോക്കാം. വാക്വം ക്ലീനർ. നമ്മൾ പറയാറ് അല്ല അറിയാവുന്നൊരു കാര്യമാണ് വാക്വം ക്ലീനർ. ഈ വാക്വം എന്ന് പറയുന്ന ആ വേർഡ്, അതിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? VACWM. പ്രൊനൗൺസിയേഷൻ പറയുവാണെങ്കിൽ വാക്യൂം എന്നാണ്. വാക്യൂം എന്നാണ് ഇതിൻ്റെ പ്രോപ്പർ പ്രൊനൗൺസിയേഷൻ. വാക്വം എന്ന് നമ്മൾ പറയാറുണ്ടെങ്കിലും ക്യൂം എന്നാണ്. വാക്യൂം ക്ലീനർ. സഹപ്രവർത്തകൻ അല്ലെങ്കിൽ സഹപ്രവർത്തക എന്ന മീനിങ് വരുന്ന ഒരു വേർഡാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു വേർഡാണ് കൊളീഗ്. സ്പെല്ലിംഗ് എന്താണ്? COLLEAGUE. കൊളീഗ്. ഇതാണ് കൊളീഗിന്റെ സ്പെല്ലിങ്, തെറ്റിപ്പോകരുത്. സ്വാതന്ത്ര്യമുള്ള അല്ലെങ്കിൽ ഒന്നിനെയും ആശ്രയിക്കാത്ത, സ്വയം ഭരണാധികാരമുള്ള എന്നൊക്കെയുള്ള ഒരു മീനിങ് വരുന്ന വേർഡാണ് ഇൻഡിപെൻഡന്റ്. അതായത് ഡിപ്പെൻഡന്റിന്റെ ഓപ്പോസിറ്റ് ആണ് ഇൻഡിപെൻഡന്റ്. ഇതിന്റെ സ്പെല്ലിംഗ് ഇതാണ്, ഇൻഡിപെൻഡന്റ്. പലപ്പോഴും സംശയം തോന്നാറുള്ള വേറൊരു വേർഡാണ് ചടങ്ങ്, സന്ദർഭം എന്നൊക്കെയുള്ള ഒരു മീനിങ് വരുന്ന ഒക്കേഷൻ. ഒക്കേഷന്റെ സ്പെല്ലിംഗ് എന്താണ്? OCCASION. ഇതാണ് ഒക്കേഷന്റെ സ്പെല്ലിംഗ്. അടുത്തത് വ്യക്തിപരമായ അല്ലെങ്കിൽ സ്വകാര്യമായ എന്ന ഒരു മീനിങ് ഉള്ള വേർഡാണ് പേഴ്സണൽ. നമുക്കെല്ലാം അറിയാവുന്നതാണ്. പേഴ്സണൽ മീൻസ് വ്യക്തിപരമായ. അതുപോലെ തന്നെ ഇതിന് സിമിലർ ആയിട്ടുള്ള ഒരു വേർഡാണ് PERSONNEL. രണ്ടും വായിക്കുന്നത് പേഴ്സണൽ എന്ന് തന്നെയാണ്. പേഴ്സണൽ. ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ സെയിം ആണ്, പേഴ്സണൽ. പക്ഷെ ഇതിന്റെ മീനിങ് എന്താണ്? പേഴ്സണൽ. ജോലിക്കാർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ, എ ഗ്രൂപ്പ് ഓഫ് വർക്കിംഗ് പീപ്പിൾ ഇനെയാണ് നമ്മൾ പേഴ്സണൽ എന്ന വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ പേഴ്സണലും രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. ഇനി നമ്മൾ പലപ്പോഴും കാർഡ്ബോർഡ് പാക്കറ്റുകളുടെ പുറത്ത് എഴുതി കാണുന്ന ഒരു വേർഡാണ് ഫ്രജൈൽ. എന്ന് പറഞ്ഞാൽ പൊട്ടുന്ന സ്വഭാവമുള്ള അല്ലെങ്കിൽ ദുർബലമായ എന്നുള്ള മീനിങ് ആണ് ഫ്രജൈലിനുള്ളത്. ദുർബലമായ എന്നുള്ള മീനിങ് ആണ് ഫ്രജൈലിനുള്ളത്. അപ്പോൾ അതിൻ്റെ സ്പെല്ലിങ് FRAGILE എന്നാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ പ്രാധാന്യമുള്ള കുറച്ച് വേർഡ്സ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. എല്ലാവരും ഈ വേർഡ്സ് ഓർമ്മയിൽ വെക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.